എനിക്കതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാണ്ട്. അന്ന് കുറച്ച് സമരങ്ങളുണ്ടായി. ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ നമ്മൾ ആ വാർത്ത ചെയ്യാൻ വരുന്നത് കുട്ടികളാണ് എന്നെ വിളിക്കുന്നത്. ഇപ്പോൾ ജെയിനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ISTC ജെയിനുമായിട്ട് ഏകദേശം 10 വർഷത്തോളം. അതിനിടയ്ക്ക് ഒരു ഗ്യാങ് തന്നെ ജെയിനെതിരെ ഫോം ചെയ്തു. ഈ ഗ്യാങ് എന്ന് പറയുന്ന കുറേ പേര് അതിനകത്ത് സിനിമയിലും അഭിനയിക്കാം, അതിനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട്. താങ്ക് യു. എല്ലാവരോടും ഒന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ അടുത്തിടയ്ക്ക് നമുക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് വരെ, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലുള്ളൊരു പ്രസിഡൻറ്റ് കൊടുക്കുന്ന അവാർഡ് വരെ നമുക്ക് കിട്ടി. കേരള ഗവൺമെൻറ് പോലും ഇപ്പം എനിക്ക് തോന്നുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി സഖാവ് പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം. ഞാനിപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുന്നത് സെലിബ്രിറ്റികളെയാണ്. ഇത് വേറെ രീതിക്കുള്ള സെലിബ്രിറ്റി, വിദ്യാഭ്യാസ രംഗത്ത് വലിയ നാഴികകല്ല് സൃഷ്ടിക്കുന്ന ടോം ജോസ്. നമസ്കാരം. നമസ്കാരം. സെലിബ്രിറ്റി തന്നെയാണ് കേട്ടോ. സിനിമയിലും അഭിനയിക്കാം, അതിനുള്ള ഗ്ലാമറൊക്കെ ഉണ്ട്. താങ്ക് യു. എല്ലാവരോടും ഒന്ന് പറഞ്ഞാൽ മതി ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ. അതല്ലേ. പക്ഷേ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്, ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് അന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലാണ് അന്ന് നിൽക്കുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റിക്കെതിരെ വിഷയങ്ങളുണ്ടായപ്പം നിരന്തരം കുറച്ച് വാർത്തകൾ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്കതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാണ്ട്. അന്ന് കുറച്ച് സമരങ്ങളുണ്ടായി, സമരമുഖത്തിൽ നിന്നും അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം, താങ്കളൊരു യാത്ര അല്ലേ, എൻ്റെ അറിവിൽ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടന്ന ഒരു വ്യക്തി. 20-ാം വയസ്സിലോ മറ്റാവുന്നു എനിക്ക് അല്ലേ, 20-ാം വയസ്സ് വലിയൊരു യാത്രയായിരുന്നു അല്ലേ. അതെങ്ങനെയാണെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ? അപ്പോൾ ഞാൻ 20-ാം വയസ്സിലാണ് ഞാൻ എഡ്യൂക്കേഷൻ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ചെറിയ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് UK പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം 16 വർഷമായിട്ട് ഇപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മുടെ ഒരു കമ്പനി ISTC എന്ന് പറയും. അത് ഇന്ത്യയിലെ ഏകദേശം 300-ലധികം യൂണിവേഴ്സിറ്റികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് കോണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഇത് ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ്, ട്രെയിൻ ദ ട്രെയിനർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നൊരു കമ്പനിയാണ്. അത് ISTCക്ക് പുറമെ തന്നെ നമ്മളൊരു ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി പ്രൊവിഷൻ രംഗത്ത് ഇന്ത്യയിലെ ഏകദേശം 25ഓളം യൂണിവേഴ്സിറ്റികളുമായിട്ട് വർക്ക് ചെയ്തൊരു ഓൺലൈൻ ഡിഗ്രി പ്രൊവിഷൻ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അത് USDC എന്ന് പറയുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ മറ്റ് കുറച്ച് EdTech സ്ഥാപനങ്ങളിൽ ഞാനൊരു ഇൻവെസ്റ്ററായിട്ടും അല്ലെങ്കിൽ ഒരു ബോർഡ് മെമ്പറായിട്ടും ഒരു സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ടും ഉണ്ട്. അപ്പോൾ ജെയിനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ISTC ജെയിനുമായിട്ട് ഏകദേശം 10 വർഷത്തോളം 2012 മുതൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം 13 വർഷമായി. അങ്ങനെ 2018-ലാണ് ഇങ്ങനെയൊരു ക്യാമ്പസ്, അപ്പോൾ ജെയിനുമായിട്ടൊരു ബന്ധം തുടങ്ങി. നമ്മുടെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡെപ്തായി. ജെയിനിൽ ഏകദേശം 45ഓളം കോഴ്സുകൾ നമ്മൾ ISTC ആയിട്ട് പാർട്ണർഷിപ്പിൽ പല ഫീൽഡിൽ, പല ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് കേരളത്തിൽ നമുക്കൊരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ, അങ്ങനെ എന്തുകൊണ്ട് ടോം ഇത് ലീഡ് ചെയ്തുകൂടാ എന്ന് അന്നത്തെ ജെയിൻ്റെ ചാൻസലർ അല്ലെങ്കിൽ ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ഡോക്ടർ ചേൻരാജ് നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ സാറുമായിട്ടൊരു റിലേഷൻഷിപ്പ് വളരെ എനിക്കൊരു നല്ലൊരു ടീച്ചർ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ്, അങ്ങനെ ഒരു നല്ലൊരു കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്നെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ സാറിൻ്റെ ഒരു അഡ്വൈസ് അനുസരിച്ചാണ് ഞാനിത് ജെയിൻ കേരളത്തിൽ തുടങ്ങാനും അല്ലെങ്കിൽ കൊച്ചി സ്റ്റാർട്ട് ചെയ്യാനും ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ജെയിൻ്റെ ന്യൂ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ 2018-ലാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് കൊച്ചിയിലേക്ക് ഞങ്ങൾ വരുന്നത്. ആ കൊച്ചിയിലേക്കുള്ള വരവ് വലിയ രീതിയിലേക്ക് താങ്കൾ പ്രതിസന്ധിയിലാക്കിയ ഘട്ടങ്ങളുണ്ടായി അല്ലേ. ആ വരവ് ഭയങ്കര പ്രതിസന്ധിയിലാക്കി. ഈ വരവ് വന്നു കഴിഞ്ഞിട്ട് ക്യാമ്പസ് തുടങ്ങിയ ശേഷമുള്ള സമരങ്ങൾ, പിന്നീട് അതിൽ മേലുള്ള താങ്കളുടെ ഒരു വീഴ്ച, ആ വീഴ്ച കണ്ട് ചിരിക്കാൻ കുറേ ആളുകൾ, പിന്നീട് കൈപിടുത്തി ഉയർത്താൻ വളരെ ചുരുക്കം സുഹൃത്തുക്കൾ എന്ന് പേരെടുത്ത് പറയാവുന്ന കുറേ സുഹൃത്തുക്കൾ, ആ ഒരു വീഴ്ച എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ജെയിൻ 2018 ഇന്ത്യയിൽ 1100-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ 65 യൂണിവേഴ്സിറ്റികൾക്ക് 2018 ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ എന്ന് പറഞ്ഞ്
കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ റെഗുലേഷൻ കൊണ്ടുവരുന്നു. ആ റെഗുലേഷൻ വളരെ വ്യക്തമാണ്. ആ റെഗുലേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ 65 യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ ഓട്ടോണമി ഗ്രാൻറ്റ് ചെയ്യുകയാണ്, കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഗ്രാൻറ്റ് ചെയ്യുകയാണ്. ആ ഫ്ലെക്സിബിലിറ്റി പല കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിലൊരു കാര്യമായിരുന്നു അവർക്ക് 2 ഓഫ് ക്യാമ്പസുകൾ തുടങ്ങാം. അവരുടെ ജ്യൂറിഡിസ്ട്രിക്ഷന് പുറത്ത്, ഇപ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത ജെയിന് ബാംഗ്ലൂരിന് പുറത്ത് 2 ക്യാമ്പസുകൾ UGCയുടെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ തുടങ്ങാമെന്നാണ് ആ റെഗുലേഷൻ പറയുന്നത്. അങ്ങനെ 65 യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രാൻറ്റ് ചെയ്തു. ജെയിൻ അതിലൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ജെയിൻ ആ ഒരു അപ്രൂവൽ, ആ ഒരു റെഗുലേഷൻ വന്നതിന് ശേഷം എന്തുകൊണ്ട് നമുക്കൊരു ഓഫ് ക്യാമ്പസ് തുടങ്ങാം എന്ന് ജെയിൻ ആലോചിച്ചിട്ട് സമയത്താണ് സാറുമായിട്ടുള്ളൊരു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാൻസലറുമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഇടയ്ക്ക് കേരളത്തെക്കുറിച്ച് സംസാരിക്കുകയും കേരളത്തെക്കുറിച്ചുള്ള വളരെ പാഷനേറ്റായിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ട് സാറ് പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ തുടങ്ങിക്കൂടാ എന്നൊരു ചോദ്യം സാറ് മുമ്പോട്ട് വെച്ചു. അപ്പോൾ എനിക്കും തോന്നി ഉറപ്പായിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നതാണ്, എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി, നമ്മൾ പല കാര്യങ്ങളിൽ ചെയ്തു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഉറപ്പായിട്ടും അത് കേരളത്തിൽ തുടങ്ങാമെന്നൊരു ആലോചനയുമായിട്ട് മുമ്പോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലിനെ, അപ്പോൾ ആദ്യമായിട്ട് ക്യാമ്പസ് തുടങ്ങാൻ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ അന്ന് ഈ റെഗുലേഷൻ ജസ്റ്റ് വരുന്നേ ഉള്ളൂ. വന്ന് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കാര്യം റെഗുലേഷൻ വന്നു, ഞങ്ങൾ ആ ലിസ്റ്റിലുണ്ട്, ഞങ്ങൾ കേരളം പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ മിനിസ്റ്ററിന് അതിനെക്കുറിച്ച് റെഗുലേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് മിനിസ്റ്റർ ഒരു ക്ലാരിറ്റി വരുന്നു. അപ്പം ഒരു എസ്സും അല്ല നോയും അല്ല, എന്നാൽ ഞങ്ങൾ വരുന്നതിനെക്കുറിച്ച് സന്തോഷം. കാരണം ജെയിൻ വളരെ റെപ്യൂട്ടഡ് ആയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് 30 വർഷം പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ 85 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജെയിൻ ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ട്. അതിൽ 3 യൂണിവേഴ്സിറ്റികളുണ്ട്. ബാംഗ്ലൂരിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി കൂടാതെ ജാംഷഡ്പൂരിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റായ്പൂരിൽ മാച്ച് യൂണിവേഴ്സിറ്റി ജെയിൻ പ്രൊമോട്ട് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ ജാർഖണ്ഡിൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം 3 യൂണിവേഴ്സിറ്റികളുടെ ഗ്രൂപ്പ്, 85 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 1 ലക്ഷം സ്റ്റുഡൻസ് പഠിക്കുന്നൊരു ഗ്രൂപ്പ്. അപ്പോൾ അവർ NAC A+ ഉള്ളൊരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരുന്നു, നല്ലൊരു കാര്യം തന്നെയല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുന്നു. അപ്പം നമ്മളതിന് ശേഷം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കാണുന്നു. അപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ യാതൊരു അനുവാദവും ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ പലതരം കാറ്റഗറിയിൽ യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കാസർഗോഡുള്ളത് CUK സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതിൻ്റെ ചാൻസലർ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ വൈസ് ചാൻസലറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ MG യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ട്രിവാൻഡ്രം കേരള യൂണിവേഴ്സിറ്റി, ഇതെല്ലാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവേൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് ഉണ്ട്. സ്റ്റേറ്റ് പ്രൈവറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവേൺ ചെയ്യും, പക്ഷേ പ്രൈവറ്റ് വ്യക്തികൾക്ക് ഓൺ ചെയ്യും. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പല സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പം ഉണ്ട്. പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. കേരളം ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിൽ 4ാമത്തെ കാറ്റഗറിയാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അതൊരു പ്രൈവറ്റ് വ്യക്തിക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റിന് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് ഓൺ ചെയ്യാം. കേരള കലാമണ്ഡലം ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ ജെയിൻ ട്രസ്റ്റ് ഓൺ ചെയ്യുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും അത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്നതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ കേരളത്തിൽ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തുടങ്ങാൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതിനുശേഷം ഞങ്ങളപ്പോൾ മുമ്പോട്ട് പോയി ഞങ്ങൾ ഈ ക്യാമ്പസ് ഇതുമായിട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ഞങ്ങൾ ക്യാമ്പസ് തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനയുടെ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രിക്കും വേണമെന്നോ വേണ്ടാന്നോ ഒന്നും പറയാനല്ലാതെ അതേ ഒരു ചിരിയിൽ ഒതുക്കി ഞങ്ങൾ നന്നായിട്ട് സ്വാഗതം ചെയ്തു. ഞങ്ങളിത് ആദ്യം വളരെ നല്ല രീതിയിൽ ജെയിൻ ലോഞ്ച് ചെയ്തു. നല്ല ജെയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത കോഴ്സുകളെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു വാക്കും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ കണ്ടിരുന്ന കോഴ്സുകൾ അത് വർഷങ്ങളായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പേരൻസ് കണ്ടുമടുത്ത കുറേ കോഴ്സുകൾ, അതിൻ്റെ എംപ്ലോയബിലിറ്റി ഇതൊക്കെ ചലഞ്ച് ചെയ്യപ്പെടുന്ന കാലത്താണ് ജെയിൻ വളരെ നൂതനമായ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ കോഴ്സുകൾ എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ കോഴ്സുകളുമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നല്ല കുട്ടികളെ ആകർഷിക്കാൻ 1200 കുട്ടികളെ നമ്മൾ ആദ്യത്തെ വർഷം ഈ ക്യാമ്പസിലെടുത്തത്. പിന്നെ 400 കുട്ടികളെ നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷനും എടുത്തു. ആകെ 1600 കുട്ടികളെ എടുത്തു. നല്ല കുട്ടികളെ ആകർഷിക്കാൻ നമുക്ക് പറ്റി.
ഈ ക്യാമ്പസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോയ സമയത്താണ് ഈ യൂണിവേഴ്സിറ്റി ഡീം ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ ഒരു അമെൻമെൻറ്റ് വരുന്നത്. ഈ അമെൻമെൻറ്റ് വരുന്നത് എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ തുടങ്ങിയ ക്യാമ്പസുകൾ ഈ ഗ്രേഡർ ഓട്ടോണമി അനുസരിച്ച് വിത്തൗട്ട് UGC പ്രയർ അപ്രൂവലോട് തുടങ്ങിയ ക്യാമ്പസുകൾ UGCയുടെ അപ്രൂവൽ എടുക്കണമെന്നാണ് ഈ അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് അനുസരിച്ച് നമ്മൾ UGCക്ക് അപ്ലൈ ചെയ്തു. UGC വന്നു ഇൻസ്പെക്ട് ചെയ്തു. നമ്മൾ പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിച്ചു. UGCക്ക് ശരിക്കും നമ്മുടെ തലയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്യാമ്പസ് അപ്രൂവ് ചെയ്യുന്ന UGC ആണെന്ന്. UGC ഒരു ക്യാമ്പസ് അപ്രൂവ് ചെയ്യില്ല. UGC ഒരു നോഡൽ ഏജൻസി മാത്രമാണ്. അത് വരുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. UGC എൻ്റെ റെക്കമെൻഡേഷൻ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ക്യാമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു അപ്രൂവലിന് വേണ്ടി. 2020 മാർച്ചിലാണ് ഇത് നടക്കുന്നത്, മെയിലാണ് നടക്കുന്നത്. അന്നേരം കോവിഡ് ടൈം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഈ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിന് ഫേവറബിളായിട്ടൊരു ഓർഡർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ് ലീഗൽ ഓർഡർ പാസ്സാക്കേണ്ടത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലീഗൽ ഓർഡർ പാസ്സാക്കാനുള്ള ഒരു ലീഗൽ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ലീഗൽ സാനിറ്റി അന്ന് ഈ പറയുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന റെഗുലേഷൻ ഇല്ലായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരു ക്യാമ്പസിന് ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്നൊരു ലീഗൽ സാനിറ്റി ഇല്ല. അതൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജെയിൻ 2020 അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ജെയിൻ ഉറപ്പായിട്ടും തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു പുതിയ മാറ്റം ജെയിൻ ഉണ്ടാക്കി. അത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടികളെ ജെയിൻ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റി. അവർക്ക് നല്ലൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റി. ഉറപ്പായിട്ടും ആദ്യത്തെ വർഷം 1200 കുട്ടികളെ ആകർഷിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ പല കോളേജുകളും 100-150 കുട്ടികളെ കിട്ടാൻ കഷ്ടപ്പെടുന്ന സമയത്താണ് ഏറ്റവും മിടുക്കരായ 1200 കുട്ടികളെ നമ്മൾ ക്യാമ്പസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനിടയ്ക്ക് ഒരു ഗ്യാങ് തന്നെ ജെയിനെതിരെ ഫോം ചെയ്തു. ഈ ഗ്യാങ് എന്ന് പറയുന്ന കുറേ പേര് അതിനകത്ത് ഇവിടെ ഇവിടെയുള്ള കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതിലുപരിയായിട്ട് കുറേ അഡ്മിഷൻ കൺസൾട്ടൻസ് ഉണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് എന്ന് പറയും. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന് ഒട്ടും എതിരല്ല. കാരണം ഹയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്നത് നല്ലൊരു ജോലിയാണ്. നല്ലൊരു കുട്ടികൾക്ക് കരിയർ അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി കൊടുക്കുക നല്ല കാര്യമാണ്. പക്ഷെ അത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ചോയ്സാണ് ഈ കൺസൾട്ടൻറ്റിനെ എൻ്റർടൈൻ ചെയ്യണോ എന്നുള്ളത്. കാരണം ജെയിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഞങ്ങൾ ബാംഗ്ലൂർ നമ്മൾ ഒരു 7 ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ടു അഡ്മിഷൻ റേഷ്യോ കീപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരിക്കലും ഒരു കരിയർ കൺസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കരിയർ അഡ്വൈസറിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ബേസിക്കലി ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഞങ്ങൾ അപ്രോച്ച് ചെയ്തവരോടെല്ലാം നമ്മൾ എടുത്ത സ്റ്റാൻഡ് അതാണ്. ഞങ്ങൾ കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടാനും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനും അവരെ ഞങ്ങളുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് സിസ്റ്റത്തിലൂടെ ചൂസ് ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ ചെയ്തതും ഇനിയും ഞങ്ങളത് മുമ്പോട്ട് ചെയ്യാൻ പോകുന്നു. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വണക്കമില്ല. പക്ഷേ ഇവർ വിചാരിക്കുന്നു നമ്മൾ ഈ 10,000 കുട്ടികളെ ഈ ക്യാമ്പസിലെടുക്കും, അതുകൂടെ ബാംഗ്ലൂർക്കോ ചെന്നൈക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തിനോ പോകുന്ന കുട്ടികളുടെ ഒഴുക്ക് അതുകൂടെ നിൽക്കും, ഇവരുടെ ബിസിനസ് മൊത്തം നിന്ന് പോകും. അപ്പം ഇതിനകത്ത് വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള കൺസൾട്ടൻറ്റുകൾ വളരെ അവരതിനെക്കുറിച്ച് ബോധേഡല്ല. കാരണം ഈ വേറെ ഒരു കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റുഡൻസിനെ കയ്യിൽ നിന്ന് ഒരു അമിതമായ ഫീസ് ഈടാക്കുക, അല്ലെങ്കിൽ കോളേജുകളിലേക്ക് നിന്ന് അമിതമായ ഫീസ് ഈടാക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ പറയുന്ന കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് മിസ്സെല്ല് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു കാറ്റഗറി. അവരുടെ ബിസിനസ്സിന് ഒരു ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ വരുമ്പോൾ, ഡയറക്റ്റ് അഡ്മിഷൻസിലേക്ക് വരുമ്പോൾ അത് അഫക്റ്റ് ചെയ്യും. അതിനൊരു ജെയിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അവരതിനെ ഈ പറയുന്ന ഞങ്ങൾ ഈ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്ത് തന്നെ ഈ പ്രോസസ്സിനെ കൂടുതൽ കോംപ്ലക്സ് ആക്കി ഇതിനെ വളരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു അറ്റാക്ക് ഉണ്ടാക്കുക, ഒരു ജെയിനെ ഡിഫെയിം ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിൻ റൺ ചെയ്യിക്കുക. എനിക്കറിയാം, എനിക്ക് വളരെ അടുത്തുള്ള എൻ്റെ നാട്ടുകാരൻ തന്നെ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ ബേസിക്കലി ഇതിന് വർക്ക് ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് ഈ നമ്മളെ എങ്ങനെ ഡിഫെയിം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വെഞ്ചർ എങ്ങനെ, എൻ്റർപ്രൈസ് എങ്ങനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ. അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും വിദ്വേഷം ഉണ്ടാകുക, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അവരിതിനു വേണ്ടി ഒരു കളക്റ്റീവായിട്ടൊരു പരിശ്രമം നടത്തി. അത് എന്നാലും നമ്മളതിനകത്തൊന്നും വളരെ പേഷ്യൻസോടെ, വളരെ പെർസിസ്റ്റൻസോടെ നമ്മളത് ഫേസ് ചെയ്തു. നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന 1200 കുട്ടികളെ ക്യാമ്പസിലുള്ളവരെ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സിലുള്ള കുട്ടികളെയും നമ്മളെങ്ങനെ ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ജേർണി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, അതൊരു പരിധി വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരു പരിധിയിൽ നല്ല ഒരു ഘട്ടം ഘട്ടമായിട്ട് ഫേസ് ബൈ ഫേസ് ആയിട്ട് നമുക്ക്
അവരെ വ്യക്തമായിട്ട് ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്, ഇതാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ, ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു, നമ്മൾ തുടങ്ങിയത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു വെഞ്ചുറല്ല, നമ്മൾ ലീഗലായിട്ട് തുടങ്ങിയതാണ്. ഉറപ്പായിട്ടും UGC ഇൻസ്പെക്ഷൻ കമ്മിറ്റി ഇവരെല്ലാം കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന ജേർണി അവർക്കറിയാം. അപ്പോൾ നമുക്കതിനകത്ത് ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമല്ല. അവരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ അവരെ അപ്ഡേറ്റ് ചെയ്ത് അവരെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് പുതിയൊരു അഡ്മിഷൻ നമ്മൾ എടുക്കണ്ട, നമുക്കൊരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇതിന് വരുന്നിടം വരെ ഒരു അഡ്മിഷൻ നമ്മൾ എടുക്കേണ്ടെന്ന തീരുമാനം നമ്മളെടുത്തു. നമ്മളത് മുമ്പോട്ട് പോയി ഈ കുട്ടികളെ പഠിപ്പിച്ചു. ഈ കുട്ടികളെ നമ്മൾ ഡിഗ്രി ഗ്രാജുവേറ്റായി അവർക്ക് പ്ലേസ്മെൻറ്റ് ഓപ്റ്റ് ചെയ്ത 99% സ്റ്റുഡൻസിന് നമുക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. അതൊരു BCom ഒക്കെ പഠിച്ച സ്റ്റുഡൻറ്റ് നമുക്ക് 23 lakhs പ്ലസ് പാക്കേജ് ഓഫർ ചെയ്യാൻ പറ്റി. കേരളത്തിലെ ഒരു കോളേജുകൾ MBAക്ക് വരെ, ഏറ്റവും മികച്ച കോളേജുകൾ MBAക്ക് വരെ 10 ലക്ഷം രൂപ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഷ്ടപ്പെടുന്ന കാലത്താണ് നമ്മൾ ഈ 23 lakhs പാക്കേജ് പ്ലേസ്മെൻറ്റ് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസിനെ വിൻ ചെയ്യുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഈ 3 വർഷം നമുക്കറിയാം ഇത്രയും വലിയൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത്ര 110ഓളം സ്റ്റാഫുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കിത് ഈ സ്റ്റുഡൻസിനെ ബാംഗ്ലൂർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റാം, നമുക്ക് ഈ കോസ്റ്റേ കട്ട് ഡൗൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പല സ്റ്റെപ്സ് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിരുന്നു. ഈ ഓർഡർ കിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും മുമ്പോട്ട് പോകാൻ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തത്. ആ സ്റ്റെപ്പിൽ നമ്മളെടുത്ത സ്റ്റെപ്പ് നമ്മൾ വളരെ ശരിയായ സ്റ്റെപ്പ് എടുത്തത് ഞങ്ങൾക്ക് യഥാർത്ഥ ബോധമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ മുറുകെ പിടിച്ചു. പിന്നെ നമ്മൾ ലീഗലി നമ്മൾ കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് കോർട്ട് ഓർഡർ വന്നു. മിനിസ്ട്രിയോട് ഈ റെഗുലേഷൻ തന്നെ, അതായത് നമ്മളൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ കോർട്ട് ഒരു ജഡ്ജ്മെൻറ്റ് വന്നത് എക്സിസ്റ്റ് ചെയ്തിരുന്ന UGC റെഗുലേഷൻ തന്നെ മാറ്റാനുള്ളൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഇത് മിനിസ്ട്രിക്ക് കൊടുക്കുന്നു. അങ്ങനെ മിനിസ്ട്രി പുതിയൊരു റെഗുലേഷൻ വരുന്നു. ആ റെഗുലേഷനിൽ ഈ ഒരു ഗ്യാപ്പിൽ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, യൂണിവേഴ്സിറ്റികളെ, ക്യാമ്പസുകളെ നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നു. അങ്ങനെ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ ഡിസംബറിൽ 23 ഡിസംബറിൽ 2019 മുതൽ അതിന് എക്സ്പോസ്റ്റ് പാക്ട് അപ്രൂവൽ എന്ന് പറയും, മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് അപ്രൂവൽ കിട്ടി. അന്ന് പഠിച്ച കുട്ടികൾ ഡിഗ്രി വരെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടൊരു അപ്രൂവൽ വന്നു. അതാണ് നമ്മുടെ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു യാത്ര ചെയ്യേണ്ട ഒന്നും അല്ലേ, ഇതിനുവേണ്ടി ഒരു വലിയൊരു പോരാട്ടം നടത്തിയ കാണുമല്ലോ അല്ലേ? വലിയ കോടതികളിലായും നല്ലൊരു പോരാട്ടമായിരുന്നു. പക്ഷെ നമുക്കത് ഓരോ ദിവസവും ഒരു ചലഞ്ച്, ഒരു ത്രില്ലുള്ള ചലഞ്ചായിരുന്നു. കാരണം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സ്ട്രെസ് ഉണ്ടെങ്കിലും ആ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ നമ്മൾ ആ ചലഞ്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു പോരാട്ടമായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോലെ തുടങ്ങിയ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അവരുടെ എല്ലാ ഫയൽസ് ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ലീഡ് എടുത്തത് കൊണ്ട് അവരെല്ലാ ജേർണിയിൽ അവർക്കും ഗുണമായി. അതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമെന്നൊരു നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്തു. ഇനി കേരളത്തിൽ യൂണിവേഴ്സിറ്റികൾ വരാം. അതുപോലെ നമ്മൾ ജെയിൻ ഉണ്ടാക്കിയൊരു നോയ്സ് ഉണ്ട്. ഈ നോയ്സ് വളരെ ലൗഡായിട്ടുള്ള നോയ്സാണ്. ഒരു പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കൊച്ചിയിൽ വന്നു. വ്യത്യസ്തമായ ഓഫറിങ്സ് വന്നു. ഒരു വ്യത്യസ്തമായ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റിയുടെ പോലെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു എഡ്യൂക്കേഷൻ കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ നോയ്സിനെ ബേസ് ചെയ്തായിരിക്കും കേരള ഗവൺമെൻറ് പോലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി സഖാവ് പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ വെൽക്കം ചെയ്യുന്നു. ഓൾറെഡി ജെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ സഖാവുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് മാത്രമല്ല നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. ഇതാണ് നമ്മൾ പോകുന്ന ജേർണി. നമുക്ക് ഒരിക്കലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെ സമരത്തിന് വേണ്ടി വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ സമരത്തിന് വേണ്ടി വന്നിട്ടില്ല. അവരെയൊക്കെ നമ്മുടെ അവസ്ഥ എന്താണ്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മൾ ഒരിക്കലും ഒരു കബളിപ്പിക്കാൻ വന്നവരല്ല. നമ്മുടെ ഒരു നിവൃത്തികേട് കൊണ്ട് നമ്മളിങ്ങനെ പെട്ടുപോയി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവരെയും കൺവേ ചെയ്യാൻ പറ്റി. ഇപ്പോൾ പത്രങ്ങളാണെങ്കിലും എനിക്ക് റിപ്പോർട്ടർ എക്സംഷനാണ്. ബാക്കിയുള്ള എല്ലാ ബാക്കി എല്ലാ ചാനലുകളും എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറും വേറൊരു ചാനലും മാത്രമേ ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ നമ്മൾ ആ വാർത്ത ചെയ്യാൻ വരുന്നത് കുട്ടികളാണ് എന്നെ വിളിക്കുന്നത്. കുട്ടികൾ വിളിച്ച്, എനിക്കും കുട്ടികളുണ്ട്, കുട്ടികൾ വിളിച്ചിട്ട് നമ്മളിവിടെ പഠിച്ചു, ഇത്ര പൈസ കൊടുക്കും, നമുക്ക് എക്സാം എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കുട്ടികളുടെ പേരൻസ് ഉൾപ്പെടെയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. വലിയ സമരം ഇതിൻ്റെ ക്യാമ്പസിനില്ല. പുറത്തുനിന്ന് ഒരു SFIയോ KSU അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല. കുട്ടികളാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്നത്. പോലീസ് പുറത്തുണ്ട്, ഞാൻ അകത്ത് വരുന്നു. ഞാൻ ഈ
സമരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികളും പേരൻസും പറയുന്ന ഒരു പോയിന്റ് ഉള്ളൂ. അപ്പം കോളേജിൽ നിന്ന് പറയുന്നത് ഫീസ് അടയ്ക്കണം എക്സാം എഴുതണമെങ്കിൽ. ഇതാണ് കോളേജ് എന്ന് പറയുന്നത്. ഞങ്ങൾ എങ്ങനെ ഫീസ് അടയ്ക്കും? ഞങ്ങൾക്ക് എക്സാം എഴുതാൻ എവിടെ അനുമതി കിട്ടും? അവരുടെ ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നത് ഫീസ് അടയ്ക്കണമെന്ന് അല്ലേ? ഇവർ ഞങ്ങൾ ഫീസ് അടയ്ക്കാൻ തയ്യാറാണ്, പക്ഷെ നമുക്ക് എവിടെ എക്സാം എഴുതാൻ പറ്റും? അവിടെ ആ ഒരു ക്ലാരിറ്റിയാണ് അതിലേക്ക് ഞാൻ വരാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ബാക്കി എല്ലാ പത്രങ്ങളും അല്ലെങ്കിൽ മുഖ്യധാര പത്രങ്ങളെയും നമുക്കിതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 1200 കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും നമ്മളൊരു ദിവസം പോലും ക്ലാസ് മുടക്കിയിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ്ങോ ഒരു ദിവസം പോലും നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. നമ്മൾ പറയുന്നു നമ്മൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പറയുന്ന ഒരു കാറ്റഗറി സ്റ്റുഡൻസ് പറയുന്നു, ഓക്കെ ഞങ്ങൾക്ക് എക്സാം എഴുതണം, ഞങ്ങൾ എക്സാം എഴുതാം, ഞങ്ങൾ ഫീസ് അടയ്ക്കുന്നത് UGC അല്ലെങ്കിൽ ഈ പറയുന്ന മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്നാൽ മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ പോരെ? മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് എക്സാം എഴുതിയപ്പോൾ ഒരു ഭൂരിഭാഗം കുട്ടികളും ഫീസ് അടയ്ക്കുന്നു, അവർ എക്സാം എഴുതുന്നു. അപ്പോൾ നമ്മൾ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സെൽഫ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ റവന്യൂ വേണം നമുക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിക്കഴിഞ്ഞു. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് എ പോർഷൻ ഹാസ് ടു കം ഫ്രം ദി സ്റ്റുഡൻസ്. അതാണ് ഒരു സെൽഫ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു വേ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഭൂരിഭാഗം കുട്ടികളും ഫീസ് അടയ്ക്കുമ്പോൾ ബാക്കി ഒരു പോർഷൻ ഓഫ് സ്റ്റുഡൻസ് പറയുകയാണ്, ഞങ്ങൾക്ക് എക്സാം എഴുതണം, ഞങ്ങൾക്ക് പഠിക്കുകയും ചെയ്യണം, ഞങ്ങൾക്ക് ഫീസ് ഞങ്ങൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഓർഡർ കിട്ടുമ്പോൾ പഠിക്കണം. നമ്മൾ പറയുന്ന ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ, എന്നാൽ നിങ്ങൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ എക്സാമും നടത്താം, എന്നിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് ക്ലാസ്സിൽ ഇരുന്നോളാം ഞങ്ങൾ പറഞ്ഞു. ക്ലാസ്സിൽ ഇരിക്കേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകണം. നമ്മൾ രണ്ടും ബാലൻസ് ചെയ്താൽ മാത്രമേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതാണ് ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ അതെല്ലാ കുട്ടികളും ഫീസ് അടയ്ക്കുകയും ചെയ്തു, എല്ലാവരും എക്സാം എഴുതുകയും ചെയ്തു. അപ്പോൾ അവർ എക്സാം എഴുതുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് അംഗീകാരമില്ല, ഇത്ര സമയത്താണ് എക്സാം എഴുതുന്നത് അല്ലേ? പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഈ ഡിസംബറിൽ അംഗീകാരം ലഭിക്കുമ്പോൾ അന്ന് എഴുതിയ എക്സാം ഇപ്പോൾ ഓക്കെ ആയി അവരുടെ എങ്ങനെയാണ്? അല്ല, അത് അംഗീകാരം അതാണ് ആ ലീഗൽ ഒരു ലോയുടെ ഒരു ഗ്രേ ഏരിയ ആണ് അത്. കാരണം അംഗീകാരം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 2018 റെഗുലേഷൻ അനുസരിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ആ റൈറ്റാണ് ഈ പറയുന്ന എക്സൈസ് ചെയ്യാനാണ്. അന്ന് വലിയ വാർത്ത വന്ന UGCയുടെ തീരുമാനമില്ലാതെ 21 സർവകലാശാലകൾ കേരളത്തിൽ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നു, അതിൽ കേരളത്തിലും ഉണ്ടെന്നുള്ള ഒരു വാർത്ത വന്നാണ്, ഓർക്കുന്നുണ്ടോ? അല്ല, ആ ലിസ്റ്റിൽ ജയിനില്ല. ആ ലിസ്റ്റിൽ ജയിനില്ല. അതാണ് ആ ലിസ്റ്റിൽ ജയിനില്ല. ആ ലിസ്റ്റിൽ ജയിനില്ല. കേരളത്തിന് ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരെ പറഞ്ഞു, ആ ലിസ്റ്റിൽ ജയിനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ഇത് തുടങ്ങാൻ സമയത്ത് നമുക്ക് ഇതിനുള്ള റൈറ്റ് അന്നത്തെ റെഗുലേഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നടത്തുന്ന എക്സാമും വാലിഡാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഡിഗ്രി വാലിഡ് അല്ലെന്നോ അല്ലെങ്കിൽ എക്സാം വാലിഡ് അല്ലെന്നോ നമ്മൾ ഒരിക്കലും നമുക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക്, നമ്മൾ ഈ റെഗുലേഷൻ പറഞ്ഞാലൊന്നും സാധാരണ ചിലപ്പോൾ പേരൻസിന് മനസ്സിലാവണമെന്നില്ല, മനസ്സിലാവുന്ന രീതിയിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഓർഡർ വേണം. ഈ ഓർഡറിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഈ ഓർഡറിന് വേണ്ടി ഫൈറ്റ് ചെയ്തപ്പോൾ കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. മിനിസ്ട്രി പറയുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ റെഗുലേഷന് ഈ ഒരു ഓർഡർ കവറേജ് ചെയ്യാനുള്ള ലീഗൽ സാനിറ്റി ഇല്ല. അപ്പോൾ ഈ ലീഗൽ സാനിറ്റി ഉണ്ടാകുന്ന പുതിയ റെഗുലേഷൻ വരട്ടെ. ഈ റെഗുലേഷൻ വരാൻ വേണ്ടി ഒരു പുതിയ കമ്മിറ്റിനെ ഫോം ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ കമ്മിറ്റിയിൽ പെടുത്തുന്നു. ഒരു പുതിയ റെഗുലേഷൻ, വളരെ റോബസ്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ വരുന്നു. ഈ റെഗുലേഷൻ പറയുന്നു ഇങ്ങനെയുള്ള തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെ അത് റാറ്റിഫൈ ചെയ്യാൻ, നോട്ടിഫൈ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഗ്രേ ഏരിയ മൊത്തം അവരത് ക്ലിയറായി. അത് കുറച്ചും കൂടെ ആ ക്ലാരിറ്റി വന്നു. ആ ക്ലൗഡ് എല്ലാം കുറേ ക്ലിയറായി ക്ലാരിറ്റി കൊണ്ടിരുന്നു. അതാണ് ഈ റെഗുലേഷൻ 2023 റെഗുലേഷൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ജയിന് ഒരു ഓർഡർ വരുന്നത്. ഈ ഓർഡർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2019 മുതൽ ഈ ക്യാമ്പസിനെ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ നോട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിഗ്രി അവാർഡ് ചെയ്തു. സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷനും പോയി, സ്റ്റുഡൻസ് ജോലിക്കും പോയി. അത് വാലിഡായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്തു ഈ ഓർഡറോടെ. എന്നാലും ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇതുണ്ടോ. ആ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ ഓർഡറിൽ കൂടെ വന്നത്. അതിപ്പോൾ എനിക്ക് കൃത്യമായി. അത് കഴിഞ്ഞിട്ട് അന്ന് സമരം ചെയ്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ ഇവിടെ ഒന്ന് കണ്ട്. അവരൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ക്യാമ്പസിൽ എങ്ങനെയാണ്, ഈ ക്യാമ്പസുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? അവർക്കൊക്കെ ഒരു തെറ്റ് പറ്റിയതായിട്ട് ഒരിക്കലും ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം സ്റ്റുഡൻസിൻ്റെ എപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഇൻസ്റ്റിറ്റ്യൂഷന് ഫ്രണ്ട്ലി ആയിരിക്കും. അതേസമയം അവരുടെ ആ സമയത്തിൻ്റെ ഒരു ചോരത്തിളപ്പുണ്ടല്ലോ. അപ്പോൾ അവർ കുറച്ചൊരു റെവല്യൂഷണറി ആയിരിക്കും, അല്ലെങ്കിൽ
അവർ കുറച്ച് പ്രൊവാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കത് ഡീൽ ചെയ്തേ പറ്റൂ. അത് ഡീൽ ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ പല എയ്ഡഡ് കോളേജുകൾക്കും പറ്റിയതുപോലെ ഇത് ക്വാളിറ്റി ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ഡീൽ ചെയ്തേ പറ്റൂ. നമ്മൾ ഡീൽ ചെയ്യും. അത് ഡീൽ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നാളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നാളെ അവരെ തോളത്ത് തട്ടി സംസാരിക്കാനോ അവരെ കൂടെ നിർത്താനോ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ 1200 കുട്ടികളെ നമുക്ക് കൂടെ നിർത്താൻ പറ്റി. ഒരാളെ പോലും ചോർന്ന് പോകാതെ കൂടെ നിർത്താൻ പറ്റി. ഇപ്പോഴും ഈ 1200 പേരെയും നമുക്ക് ഫോൺ വിളിച്ചാലും അവരെ സന്തോഷത്തോടെ വിളിക്കാനുള്ളൊരു ഫ്രീഡം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വേണേ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് പോലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ല. അങ്ങനെ നമുക്കൊരു ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തത് എൻ്റെ മാത്രമല്ല കേട്ടോ. ഞാൻ അതിനകത്ത് സ്റ്റുഡൻസുമായിട്ട് വളരെ കുറച്ച് ഫേസ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ സ്വന്തം മക്കളെ പോലെയാണ് കൺസിഡർ ചെയ്തത്. അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളൊരു ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സ് വളരെ റെലവൻ്റ് ആയിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുത്തു, എല്ലാ എക്സ്പോഷറും കൊടുത്തു. എല്ലാ ക്രെഡിറ്റ് ടീച്ചേഴ്സിന് പോകുന്നു. അവരതുപോലെ ഞാൻ പറയുന്ന പോലെ സ്വന്തം മക്കളെ പോലെ സ്വന്തം അനിയത്തിയെ പോലെ അവരെ നോക്കി അവർക്ക് എന്ത് സപ്പോർട്ടും കൊടുത്ത് അതേ സമയത്ത് പിടിക്കേണ്ടിടത്ത് അവർ ചെവിക്ക് പിടിക്കുകയും ചെയ്താണ്. ആ ബാലൻസിങ് വളരെ കറക്റ്റായിട്ട് കെമിസ്ട്രി കീപ്പ് ചെയ്യാൻ ജെയിന് പറ്റി. ആ കെമിസ്ട്രി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസിനെ ഇന്നും വളരെ സ്നേഹത്തോടെ നമുക്ക് വിളിക്കാനും ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും. വളരെ കുറച്ച് വിദ്യാർത്ഥികൾ ഞാനുമായിട്ടും നല്ല സൗഹൃദത്തിലുണ്ട്. കാരണം അതിന് ബേസിക്കലി ഇതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവസാനം വന്നു നിൽക്കുന്നത് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു നിൽക്കുന്നത്. അപ്പം അവരൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി മണിക്കൂറുകളോളം ആർഗ്യുമെൻറ്റുകൾ നമ്മൾ സൂം കോളുകളോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റുകളെല്ലാം കഴിഞ്ഞ് ഇന്ന് എനിക്ക് പലരും മെസ്സേജ് അയക്കുമ്പോൾ അവരയക്കുന്നു, സാറേ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിപ്പോയി ഞങ്ങൾ. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ അന്നും അവരെ നമ്മുടെ ഒരു കോൾ അവേ അവർ നമ്മുടെ അടുത്തുണ്ട്. അതാണ് അതിൻ്റെ ഒരു രസകരമായൊരു എപ്പിസോഡാണിത്. അതെ, എനിക്ക് ഒരു വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ ഇതിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഈ കുട്ടികളൊക്കെ ചേർത്ത് ഇപ്പോൾ പിടിക്കുന്നു, ആ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ അല്ലേ? അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്ത് നമ്മളെല്ലാം നേരത്തെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പഠിക്കുന്ന സമയത്തുള്ള ചോരത്തിളപ്പാണ് ഇതെല്ലാം സംരംഭിക്കുന്നത്, സമര രീതികൾ. പിന്നീട് ഇവരെല്ലാം ഒന്ന് ഈ ക്യാമ്പസിൽ നിന്ന് ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. ഉറപ്പായിട്ടും അത്തരം ഒരു ഒത്തുചേരൽ നമുക്ക് വെക്കണം ആ ബാച്ചിനെ. ഉറപ്പായിട്ടും അത് എനിക്കും ഒന്ന് പങ്കെടുക്കണം. ഉറപ്പായിട്ടും ഇൻവൈറ്റ് ചെയ്യാം. സമരം റിപ്പോർട്ട് ചെയ്യാൻ കുറെ കുട്ടികളുണ്ടോ, അവരെ ഒന്ന് എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും. അല്ല, ഞാനത് രസകരമായിട്ട് നല്ലൊരു ആശയമാണ്. ഞങ്ങളത് നമുക്ക് ഉറപ്പായിട്ട് വളരെ അടുത്ത് തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. എൻ്റെ കുറെ ആശയങ്ങൾ കിട്ടുന്നുണ്ട് എൻ്റെ ഇടയ്ക്കല്ലേ. ഇപ്പം ഇത് ക്ലിയർ ആയി പോകുന്നുണ്ട്. ഇപ്പം അഡ്മിഷൻ അന്ന് പിന്നീട് ക്യാമ്പസ് കുട്ടികൾ പാസ് ഔട്ടായിട്ട് പിന്നെ നമ്മൾ എടുക്കാതെ വന്നു. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോൾ അഡ്മിഷനൊക്കെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? നല്ല രീതിയിൽ. പ്രത്യേകിച്ചും ജെയിൻ എന്നുള്ള ബ്രാൻഡ് വളരെ പവർഫുൾ ഒരു ബ്രാൻഡാണ്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളിലൊന്ന്. അത് ഇന്ത്യയിൽ 1200 യൂണിവേഴ്സിറ്റികളുണ്ടെന്ന് വിചാരിക്കണം. അപ്പം അതുപോലെ ബാംഗ്ലൂർ നമ്മൾ ഏകദേശം 10,000 സ്റ്റുഡൻസിന് ഒരു വർഷം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഓൺലൈൻ ഡിഗ്രി ഗ്രാൻഡ് ചെയ്യാൻ 75 യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈൻ ഡിഗ്രി ലൈസൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ആദ്യം ലൈസൻസ് കിട്ടിയ യൂണിവേഴ്സിറ്റികളിലൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ സ്റ്റുഡൻസ് ഉള്ള യൂണിവേഴ്സിറ്റി. അതുമാത്രമല്ല ഗ്രൂപ്പും വളരെ സ്ട്രോങ് ആയ ഗ്രൂപ്പാണ്. കാരണം 85 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 3-4 യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഈ സ്റ്റുഡൻറ്റ് ബേസ് അല്ലെങ്കിൽ അലുമിനി ബേസ് എന്ന് പറഞ്ഞ ഏത് MNCയിലും അല്ലെങ്കിൽ ഏത് മികച്ച കോർപ്പറേറ്റുകളിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരാൾ ജെയിനിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് ഉറപ്പ് വരുത്താൻ പറ്റും. നമ്മുടെ കോഴ്സുകളും വളരെ യൂണീക്കാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും ആപ്ലിക്കേഷനിലുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കോൺഷ്യസ് ആയിട്ട് നല്ല സ്റ്റുഡൻസിനെ മാത്രം ചൂസ് ചെയ്യാനാണ് ഈ വർഷവും നമ്മൾ എടുക്കുന്നത്. നല്ലൊരു ആപ്ലിക്കേഷൻ ഒരു ഫ്ലോ തന്നെയുണ്ട്. പിന്നെ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പം സ്പോർട്സും ഓൺട്രപ്രണർഷിപ്പൊക്കെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സ്പോർട്സിൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലാണ്. ഈ അടുത്തിടയ്ക്ക് നമുക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് വരെ നമ്മുടെ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലുള്ളൊരു പ്രസിഡൻറ്റ് കൊടുക്കുന്ന അവാർഡ് വരെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ലെഗസി, ജെയിൻ ഗ്രൂപ്പിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്ന 30 years ലെഗസി, ഡോക്ടർ ചെൻരാജ് ഫൗണ്ട് ചെയ്ത ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പും കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ, അത് വേറൊരു പ്ലെയറിന് പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാനോ റിപ്ലിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. അതിൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അതുപോലെ അത് നമുക്കൊരു വലിയൊരു ചലഞ്ചിങ്ങുമാണ്. കാരണം അത് കീപ്പ് ചെയ്യാനും അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ടീമിനും സ്റ്റാഫിനും ടീച്ചിങ്ങിനും എല്ലാം നമ്മളത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ഉറപ്പായിട്ടും നല്ല സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അഡ്മിഷൻ തുടങ്ങുമ്പം എത്ര കുട്ടികൾക്കാണ് അഡ്മിഷൻ? നമ്മൾ ഏകദേശം 1500 സ്റ്റുഡൻസിനെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 4 ഡിസിപ്ലിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആയിട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതിൽ ഏറ്റവും നൂതനമായ കുറേ കോഴ്സുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇൻഫോ പാർക്കിൽ ബേസ് ചെയ്തൊരു ക്യാമ്പസ് ആയതുകൊണ്ടും IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസിൽ നമുക്ക് ബാംഗ്ലൂരുണ്ട്. പിന്നെ നമുക്ക് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ, നമ്മുടെ ആർട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ ഒരിടത്തുമില്ല. അങ്ങനത്തെ ഒരു ആർട്ട് ആൻഡ് ഡിസൈൻ ക്യാമ്പസ് കുറച്ച് മുമ്പിൽ ഇരുന്ന ക്യാമ്പസാണ് ആർട്ട് ആൻഡ് ഡിസൈൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലുള്ള കുറേ കോഴ്സുകൾ, ആനിമേഷൻ, VFX, അതുപോലെ UI UX ഡിസൈൻ, അതുപോലെ ഫിലിം ആൻഡ് മീഡിയ നമുക്കുണ്ട്, BA ഫിലിം ആൻഡ് മീഡിയ, അതുപോലെ ഗെയിം ആർട്ട് ഡിസൈൻ, അങ്ങനെ വളരെ നൂതനമായ കുറേ കോഴ്സുകൾ, ഫോട്ടോഗ്രാഫി, അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു നോർമലി കേൾക്കാത്ത ആർട്ട് ആൻഡ് ഡിസൈൻ കോഴ്സുകൾ നമ്മളിതിനകത്തുണ്ട്. അതുപോലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും ബാച്ചിലേഴ്സിലും മാസ്റ്റേഴ്സിലും. അപ്പം ആർട്ട് ആൻഡ് ഡിസൈന് പുറമെ നമുക്ക് അതിനൊപ്പം തന്നെ നമുക്ക് എക്കണോമിക്സും പബ്ലിക് പോളിസിയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള കുറേ കോഴ്സുകൾ ആർട്ട് ഡിസൈനിലുണ്ട്. നമ്മുടെ സ്കൂൾ ഓഫ് സയൻസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും യൂണീക്ക് കോഴ്സുകളാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ഫോറൻസിക് സയൻസ് ഏറ്റവും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂർ ജെയിനാണ് ഏറ്റവും. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഡൽഹിയിലാണ്, എനിക്ക് തോന്നുന്നു ജെയിനാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാംഗ്ലൂർ. ഫോറൻസിക് സയൻസ് ഉണ്ട്, അതുപോലെ മറൈൻ സയൻസ് നമുക്ക് കൊച്ചി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സയൻസസിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ്, BCA, കമ്പ്യൂട്ടർ IT റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളുണ്ട്. ഇറ്റ് കംസ് ടു ബിസിനസ് ആണെങ്കിൽ നമുക്ക് BBA, നമ്മൾ നോർമൽ കേൾക്കുന്ന BBAക്ക് അല്ലെങ്കിൽ MBAക്കും പുറമെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്ത് വേസ്, അനലിറ്റിക്സ്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, അല്ലെങ്കിൽ AI ഫോർ ബിസിനസ്, സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ്, അങ്ങനെ വളരെ വ്യത്യസ്തമായ പാത്ത് വേസ് BBAക്കും MBAക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ബാച്ചിലേഴ്സ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കോഴ്സാണ്. ആ BCOMന് നമ്മൾ ഇപ്പോൾ ACCA അക്രഡിറ്റഡ് ആയിട്ടുള്ള BCOM കോഴ്സുകൾ 9 പേപ്പർ ACCA എക്സംഷൻ കൊടുക്കുന്ന കോഴ്സ്. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ്, BCOM ഇൻ റിസ്ക് മാനേജ്മെൻറ്റ്, BCOM ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇപ്പോൾ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ BCOM BBA എല്ലായിടത്തും ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന പാത്ത് വേസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളി അല്ലെങ്കിൽ വളരെ കോൺഷ്യസോടെ ഡിസൈൻ ചെയ്ത് ഇൻഡസ്ട്രിക്ക് വേണ്ട ഇൻപുട്സ് എടുത്ത് എംപ്ലോയർക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത കോഴ്സുകളാണ്. ഈ സ്റ്റാർട്ടപ്പുകളിൽ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത്. കാരണം ഞാൻ എന്താണ് തുടക്കത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ. ഈ ബിസിനസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കച്ചവടം, പച്ച മലയാളത്തിന് കച്ചവടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പൊതുവെ സിനിമ എടുക്കാൻ പ്ലാനുള്ളത്? അപ്പോൾ നമ്മൾ ആ സിനിമ നമ്മുടെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് സിനിമ ഒത്തിരി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തൊരു മീഡിയ. പൃഥ്വിരാജ് തന്നെ പല പ്രാവശ്യം പൃഥ്വിരാജിൻ്റെ 2 സിനിമകളുടെയും പ്രൊമോഷൻ ഇവിടെ നടക്കുന്നത്. 2 സിനിമയും സൂപ്പർ ഹിറ്റായി.